അനന്തപുരിയിലെ പ്രശസ്തമായ മൂർത്തി ജ്വല്ലേഴ്സ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയായിരുന്നു. ബിസിനസ് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വീടിന്റെ ഉമ്മറപ്പടി വരെ എത്തി നിൽക്കുന്നു. നാഗേന്ദ്രൻ എന്ന കുശാലബുദ്ധിക്കാരനായ ശത്രുവിന്റെ കരുനീക്കങ്ങൾ ഇപ്പോൾ സ്വന്തം മകൾ അവന്തികയിലൂടെയാണ് അരങ്ങേറുന്നത്. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖംമൂടി അണിഞ്ഞ് അവന്തിക ആ ഒരു തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പശ്ചാത്താപം കൊണ്ടല്ല, മറിച്ച് തന്റെ അച്ഛന്റെ പക വീട്ടാനാണെന്ന സത്യം ആരും തന്നെ തിരിച്ചറിയുന്നില്ല. അവന്തികയുടെ ഓരോ നീക്കങ്ങളും വ്യക്തമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. വീട്ടിലെ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുക എന്നതായിരുന്നു അവളുടെ ആദ്യ ലക്ഷ്യം. അതിനായി അവൾ സ്വന്തം അമ്മ ജലജയെയും അതുപോലെ തന്നെ അഭിയെയും തള്ളിപ്പറയാൻ തുടങ്ങി. സ്വന്തം അമ്മ ജലജയെയും അഭിയെയും കുറിച്ച് കുറ്റം പറഞ്ഞത് വീട്ടുകാരുടെയൊക്കെ ഗുഡ് ബുക്കിൽ തന്നെ കയറാമെന്നാണ് അവൾ വിചാരിച്ചത്. അവന്തികയുടെ ഈ ഒരു മാറ്റമൊക്കെ കണ്ട് ജലജക്കും അഭിക്കും നല്ല ദേഷ്യവും ഒപ്പം തന്നെ വല്ലാത്ത സങ്കടവും ഉണ്ടായിരുന്നു. ജലജ അവളോട് കലിപ്പിൽ തന്നെ ചോദിക്കുന്നുണ്ട്, എടി നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സപ്പോർട്ടാവുമെന്ന് കരുതിയതാ. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ കട്ട സപ്പോർട്ടിന് കൂടെ ഉണ്ടാവുമല്ലോ എന്നൊരു ധൈര്യമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ നീ ഇപ്പോൾ ഇവിടെയുള്ളവരോടൊപ്പം തന്നെ സിന്ദാബ എന്നും വിളിച്ചുകൊണ്ട് നടക്കുവാണല്ലോ. എടി നീ തന്നെ അന്ന് ആലോചിച്ചു നോക്കടി, നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് പടിയിറങ്ങി പോവാൻ കാരണം നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തന്നെയല്ലേ? എന്നിട്ടും നിനക്കിപ്പോഴും അവരോടാണോ ഈ സ്നേഹം? നിനക്ക് നിന്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു വിചാരവുമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലജ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവന്തിക അതിനൊന്നും തന്നെ മറുപടി കൊടുക്കാതെ നിൽക്കുമായിരിക്കും. നീ എന്താ അവന്തിക ഇങ്ങനെ കല്ല് പോലെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? നീ ഇപ്പോഴും ഞങ്ങൾക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ജലജ വീണ്ടും വീണ്ടും ചോദിച്ചു ചൂടാവുമ്പോൾ അവന്തിക പതുക്കെ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇവിടെയുള്ളവരെ അങ്ങനെയൊന്നും തള്ളിക്കളയാൻ പറ്റില്ലമ്മേ. അവരൊക്കെ പാവം ആൾക്കാരാണ്. അവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ ഞാൻ ഇനി നിൽക്കുള്ളൂ എന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ ജലജ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞ് അവന്തിക നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലും. മുത്തശ്ശനോട് ഓരോ വിശേഷങ്ങളൊക്കെ തിരക്കി അവസാനം മൂർത്തി ജ്വല്ലറിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോളെ നിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കും. അവന്തിക പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് ഉടനെ തന്നെ ഇവിടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറണമെന്നാണ് ആഗ്രഹം. നമുക്ക് ഇത്രയും ജ്വല്ലേഴ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിൽ ഞാൻ നിന്നോളാമെന്ന് പറയും. ഞാൻ ഇനി പുറത്തേക്കൊന്നാലും ജോലിക്കൊന്നും നോക്കുന്നില്ല. MBA വരെ പഠിച്ചു കഴിഞ്ഞതല്ലേ. അന്നേരം മുത്തശ്ശന് തോന്നി, ശരിയാണല്ലോ മോളെ, ഇവിടെ എല്ലാവരും MBAക്കാരാണ്. ആ അബി ഒഴികെ എല്ലാവരും. എന്തായാലും മോൾക്ക് പറ്റിയൊരു ജോലി തന്നെ നോക്കാം. അബിയുടെ ജ്വല്ലറിയിൽ ഇപ്പോൾ അനിയാണല്ലോ നോക്കി നടത്തുന്നത്. ആ ബ്രാഞ്ച് ഇനി മുതൽ മോൾ ഏറ്റെടുക്കണം. നല്ല ഉഷാറായിട്ട് സത്യസന്ധമായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാണ്. ഒരിക്കലും അബിയെ പോലെയോ ജലജയെ പോലെയോ മോൾ ആവരുത് എന്നൊക്കെ അങ്ങനെ മുത്തശ്ശൻ ഉപദേശിക്കും. ഇല്ല മുത്തശ്ശ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല എന്ന് പറയണ അവന്തിക. എനിക്ക് നമ്മുടെ ജ്വല്ലറിയെ നല്ല രീതിയിൽ എത്തിക്കണം, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ ജ്വല്ലറി ഒരുപാട് സീനിലാണല്ലോ. അതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ ജ്വല്ലറി കയറ്റിയിട്ട് മൂർത്തി ജ്വല്ലറി നമ്പർ 1 ആക്കണം. അങ്ങനെ അവന്തികയുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കെല്ലാം കേട്ടപ്പോൾ മുത്തശ്ശൻ അത് വല്ലാതങ്ങ് ബോധിച്ചു. എന്നിട്ട് ആദർശിനെ വിളിച്ച് കാര്യം അവതരിപ്പിക്കുകയാണ്. മോനെ, നീ എന്തായാലും ഇനി ആ അബിയുടെ ജ്വല്ലറി അവന്തികയെ ഏൽപ്പിക്കണം. ഇപ്പോൾ ആ കാര്യം കൂടി അനിയാണല്ലോ നോക്കി നടത്തുന്നത്. ഇനി അവന്തിക തന്നെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അവളുടെ കഴിവ് എന്താണെന്നറിയാനും ഇതൊരു ചാൻസ് ആണല്ലോ എന്നൊക്കെ പറയും. ഏതായാലും നമ്മുടെ ബിസിനസ്സിൽ അവളും ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. ആദർശനും അതിൽ വലിയ എതിർപ്പൊന്നുമില്ലായിരുന്നു. മുത്തശ്ശൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാമെന്ന് അവനും സമ്മതിച്ചു. ജോലി സെറ്റായ സന്തോഷം അവന്തിക അപ്പോൾ തന്നെ അച്ഛൻ നാഗേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് മൂർത്തി ജ്വല്ലറിയിൽ ജോലി കിട്ടി. അഭി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജ്വല്ലറി ഇനി എന്നോട് ഏറ്റെടുത്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം അതെല്ലാം തന്നെ അനിയായിരുന്നു നോക്കിയിരുന്നത്. ഏതായാലും ഞാനത് ഏറ്റെടുക്കാൻ പോവാണ് അച്ഛാ. എന്നാൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. ബിസിനസ് രഹസ്യങ്ങളും തന്ത്രങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ ഇവരെ ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് താഴെ ഇറക്കാൻ പറ്റൂ. നാഗേന്ദ്രന് അവന്തികയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമായി. മോളെ, നീ എൻ്റെ മനസ്സറിഞ്ഞതുപോലെയാണ് നീങ്ങുന്നത് എന്ന് പറയും. അവരുടെ കൂടെ ഒത്തൊരുമിച്ച് തന്നെ നീ നിൽക്കണം, എന്നാലേ വിവരങ്ങളൊക്കെ ചോർത്താൻ പറ്റൂ. എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറിനെ ഇല്ലാതാക്കിയാലേ എൻ്റെ പക അടങ്ങൂ എന്ന് നാഗേന്ദ്രൻ പറയും. അന്ന് രാത്രി ഭക്ഷണത്തിൻ്റെ സമയത്ത് എല്ലാവരും ടേബിളിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നമ്മുടെ നയനമോൾ എവിടെയെന്ന്. അവൾ കഴിക്കാൻ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ അവിടെ ഇരുന്ന് പുതിയ ഡിസൈനുകളൊക്കെ വരക്കാണച്ചാ. എന്നാൽ രാത്രി നേരത്തെ തന്നെ കിടന്നുറങ്ങാമല്ലോ എന്ന് പറയും. നേരത്തെ അവൾ കുറച്ച് കഴിച്ചതായിരുന്നു, ഇനി ഏതായാലും കുറച്ച് വന്ന് കഴിച്ചോളും എന്ന് പറയും. മുത്തശ്ശൻ ഉടനെ തന്നെ പറയുന്നുണ്ട്, പാവ നയനമോള്, ഈ സമയം അവൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് കഷ്ടപ്പെടുന്നത്. ദേവയാനി, നീ അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നോക്കണം. കൃത്യസമയത്തിന് അവൾക്ക് ഫുഡ് എടുത്ത് കൊടുക്കണം. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അധികം ടെൻഷൻ അടിക്കാനൊന്നും പാടില്ല. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അച്ഛാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബിസിനസ് ഇങ്ങനെ തകർന്നു പോകുന്നത് അവൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവളിങ്ങനെ അവൾക്ക് പറ്റുന്നത് പോലെ തന്നെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഡിസൈൻസ് ഒക്കെ വരക്കുന്നത് എന്നൊക്കെ പറയട്ടെ ദേവയാനി.
പിന്നെ അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം അവന്തിക നയന വരയ്ക്കുന്ന ആ ഒരു ഡിസൈൻസ് എല്ലാം തന്നെ ദൂരെ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നയന ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ട് അത് ഹാളിൽ വെച്ച് അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ പോയ ആ ഒരു തക്കം നോക്കിക്കൊണ്ടതിന് അവന്തിക പാമ്പിനെ പോലെ തന്നെ അവിടെ എത്തി. ആ ഒരു ഡിസൈനുകളുടെ ഫോട്ടോസ് എല്ലാം തന്നെ ഫോണിലേക്ക് പകർത്തി നേരെ നാഗേന്ദ്രന് അയച്ചു കൊടുത്തു. എന്നിട്ട് അച്ഛനെ വിളിച്ച് പറയും, അച്ഛ, നയന വരച്ച ഡിസൈൻസാണിത്. ഇതൊക്കെ അവളുടെ മാസ്റ്റർ പീസ് ഡിസൈനാണത്രേ. എങ്ങനെയുണ്ട്, കിടുക്കനായില്ലേ? നമുക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയും. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് കൊള്ളാം മോളെ, സംഗതി ഏതായാലും ഉഷാറായിട്ടുണ്ട്. അവൾ ഈ ഒരു ഡിസൈൻസ് എല്ലാം തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുൻപേ തന്നെ നമുക്കിത് ഔട്ട് ചെയ്യണം. അവന്തികക്കും ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. അടുത്ത ദിവസം തന്നെ ആദർശ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു മീറ്റിംഗ് വിളിക്കണമെന്ന് പറയും. ജ്വല്ലറിയിലെ മെമ്പർമാരൊക്കെ പങ്കെടുപ്പിക്കണം. എല്ലാവരുടെയും ഐഡിയ കേട്ടാൽ നമുക്ക് കമ്പനിയെ നന്നാക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശനും അതിന് സമ്മതിച്ചു. അങ്ങനെ ആ മീറ്റിങ്ങിൽ അവന്തികയും നയനയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ആദർശ് പറഞ്ഞു തുടങ്ങാണ്, നമ്മുടെ ജ്വല്ലറി ഇപ്പോൾ വലിയ മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപതിൽ നിന്ന് നമ്മളിപ്പോൾ താഴെ ഇറങ്ങി. ഇപ്പോൾ AN ജ്വല്ലറിയാണ് ടോപ്പിൽ നിൽക്കുന്നത്. അവന്മാരെ മറികടക്കാൻ എന്താണ് വഴിയെന്ന് ഓരോരുത്തരോടായി ചോദിക്കും. അന്നേരം നയന അവളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ഇന്നൊരു പവൻ സ്വർണ്ണമെടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. സാധാരണക്കാർക്ക് ഇത് പറ്റുന്ന കാര്യമല്ല. പക്ഷേ വിവാഹത്തിനും മറ്റും സ്വർണ്ണമില്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറഞ്ഞ തൂക്കത്തിൽ എന്നാൽ കാണാൻ നല്ല പൊലിമയുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ തന്നെ ഇറക്കണമെന്നും സ്വർണ്ണ നിക്ഷേപ സ്കീമുകൾ വഴി സാധാരണക്കാരെ ആകർഷിപ്പിക്കണമെന്നും അവൾ പറഞ്ഞു. ഇതെല്ലാം അവന്തിക തൻ്റെ ഫോണിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞതും അവൾ അത് നേരെ നാഗേന്ദ്രന് അയച്ചു കൊടുത്തു. അവർ ഇത് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമുക്കത് ചെയ്യണമെന്ന് നാഗേന്ദ്രൻ ഉറപ്പിച്ചു. താമസിയാതെ AN ജ്വല്ലേഴ്സ് ഇതിൻ്റെ ഈ ഒരു സ്കീമും ആഭരണങ്ങളും മാർക്കറ്റിൽ ഇറക്കി. ഇതറിഞ്ഞപ്പോൾ മുത്തശ്ശൻ ആകെ ഞെട്ടിപ്പോയിരുന്നു. രഹസ്യമായി തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉടനെ തന്നെ അവർ നടപ്പിലാക്കുന്നത് എന്നായിരുന്നു അവരുടെ സംശയം. നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആരോ ചാരപ്പണി നടത്തുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കണമെന്ന് മുത്തശ്ശൻ തീരുമാനിച്ചു. മുത്തശ്ശൻ്റെ ആ വാക്കുകൾ തറവാട്ടിൽ ഒരു വലിയ നിശബ്ദതയാണ് പടർത്തിയത്. സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ ഒരു ചാരനുണ്ടെന്ന തിരിച്ചറിവ് എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിലാക്കി. എന്നാൽ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആദർശും നയനയും ചേർന്നൊരു പോരാട്ടം നടത്തുന്നുണ്ട്. AN ജ്വല്ലേഴ്സ് തങ്ങളുടെ ഐഡിയകൾ മോഷ്ടിച്ചു എന്ന് മനസ്സിലാക്കിയ ആദർശ് ആദ്യം ഒന്ന് തളർന്നുവെങ്കിലും നയന അവന് ധൈര്യം പകർന്നു. ആശയങ്ങളെല്ലാം തന്നെ മോഷ്ടിക്കാം ആദർശേട്ടാ, പക്ഷേ നമ്മുടെ സർഗാത്മകതയും കഠിനാധ്വാനവും ആർക്കും തന്നെ മോഷ്ടിക്കാൻ പറ്റില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. നയന ഉടനെ തന്നെ മറ്റൊരു തന്ത്രം മെനഞ്ഞു. പുറത്തുവിട്ട ഡിസൈനുകളേക്കാൾ മികച്ചതും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതുമായ ഒരു ലിമിറ്റഡ് എഡിഷൻ കളക്ഷൻ അവൾ രഹസ്യമായി തന്നെ തയ്യാറാക്കാൻ തുടങ്ങി. ഇത്തവണ ഡിസൈനുകൾ പേപ്പറിൽ വരയ്ക്കുന്നതിന് പകരം അവൾ തൻ്റെ ലാപ്ടോപ്പിൽ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരച്ചതിന് ശേഷം ലോക്കിട്ട് സൂക്ഷിച്ചു. അവന്തിക വീണ്ടും വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൾ നയനയുടെ റൂമിൽ കയറി പരിശോധനകൾ നടത്തിയെങ്കിലും ഒന്നും തന്നെ അതിൽ നിന്നും കണ്ടെത്താനായില്ല. നാഗേന്ദ്രൻ ഫോണിലൂടെ അവന്തികയെ വിളിച്ച് സമ്മർദ്ദത്തിലാക്കി. നയന അടുത്തതായി എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ഉടനെ തന്നെ അറിയണം. അവർ പുതിയൊരു ലോഞ്ചിങ്ങിന് ഒരുങ്ങുന്നുണ്ട് എന്ന് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് നാഗേന്ദ്രൻ ആക്രോശിച്ചു. തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് ആദർശ് ഒരു പബ്ലിക് ഇൻവെസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. നയനയുടെ പുതിയ ആഭരണങ്ങൾ മോഡലുകളെ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഫാഷൻ ഷോ. എന്നാൽ ഇതിനിടയിൽ ഒരു വലിയ ട്വിസ്റ്റ് തന്നെ സംഭവിക്കുന്നുണ്ട്. അവന്തികയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആദർശ് അവളുടെ ഫോൺ രഹസ്യമായി തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ നാഗേന്ദ്രനുമായി നടത്തുന്ന സംഭാഷണങ്ങളുടെ റെക്കോർഡുകളെല്ലാം തന്നെ ആദർശിന് ലഭിച്ചു. തൻ്റെ സ്വന്തം പെങ്ങൾ തങ്ങളെ പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു എന്ന സത്യം ആദർശിനെ തളർത്തി കളഞ്ഞു. എന്നാൽ ആദർശ് ഇതൊന്നും തന്നെ പുറത്തു പറഞ്ഞില്ല. പകരം അവന്തികയ്ക്ക് ഒരു തെറ്റായ വിവരം തന്നെ നൽകാൻ അവർ തീരുമാനിച്ചു. മൂർത്തീസ് ജ്വല്ലേഴ്സ് അടുത്തതായി ഇറക്കാൻ പോകുന്നത് ഭാരം കുറഞ്ഞ സ്വർണത്തിന് പകരം പ്ലാറ്റിനം മിക്സ് ചെയ്ത ആഭരണങ്ങളാണ് എന്ന് അവൻ അവന്തിക കേൾക്കെ തന്നെ ആ ഒരു കാര്യം സംസാരിച്ചു. ഇത് കേട്ട അവന്തിക ഉടനെ തന്നെ ഈ വിവരം വിളിച്ച് നാഗേന്ദ്രന് കൈമാറി. നാഗേന്ദ്രൻ തൻ്റെ കൈവശമുള്ള പണം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിപണിയിൽ നിന്നും പ്ലാറ്റിനം ആഭരണങ്ങളെല്ലാം തന്നെ വാങ്ങിക്കൂട്ടി. അങ്ങനെ പ്ലാറ്റിനം ആഭരണങ്ങൾ പുതിയ ഡിസൈനിൽ അങ്ങനെ നിർമ്മിക്കാനും തുടങ്ങി. പക്ഷേ ലോഞ്ചിങ് ദിവസം നാഗേന്ദ്രൻ ആകെ ഞെട്ടിപ്പോയി. മൂർത്തീസ് ജ്വല്ലറി പുറത്തിറക്കിയത് പ്ലാറ്റിനം ആഭരണങ്ങളായിരുന്നില്ല, മറിച്ച് തനതായ കേരളീയ പാരമ്പര്യവും ആധുനികതയും ചേർത്ത ഹെറിറ്റേജ് കളക്ഷൻ ആയിരുന്നു. നാഗേന്ദ്രൻ നിർമ്മിച്ച പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് വിപണിയിൽ ഒട്ടും തന്നെ ഡിമാൻഡില്ല എന്ന് വന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടം നാഗേന്ദ്രന് സംഭവിക്കുകയും AN ജ്വല്ലേഴ്സ് വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു.
ആ വിജയ നിമിഷത്തിൽ തറവാട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൂട്ടത്തിന് ആദർശ് അവന്തികയെ ചോദ്യം ചെയ്തു. അവളുടെ ഫോൺ സംഭാഷണങ്ങളെല്ലാം തെളിവ് സഹിതം തന്നെ പുറത്തുവിട്ടു. മുത്തശ്ശൻ വേദനയോടുകൂടെ തന്നെ അവന്തികയോട് വീട് വിട്ടിറങ്ങാൻ പറയുന്നുണ്ട്. രക്തത്തേക്കാൾ വലുത് പണമാണെന്ന് കരുതുന്നവർക്ക് ഈ വീട്ടിൽ ഇനി സ്ഥാനമില്ല. മുത്തശ്ശന്റെ വാക്കുകൾ അവസാനത്തെ ഉത്തരവായിരുന്നു. ജലജയുടെ മകളേതായാലും ജലജയുടെ സ്വഭാവം തന്നെ കാണിക്കുള്ളൂ. അബി ഇങ്ങനെ വഴി പിഴച്ചു പോവാൻ കാരണക്കാരി ജലജയാണ്. അതുപോലെ തന്നെ മകളും ഒരിക്കലും നേർവഴിയിലേക്ക് വരില്ല എന്ന സത്യം മുത്തശ്ശന് ബോധ്യപ്പെട്ടിരുന്നു. നയനയുടെ ബുദ്ധിയിലും ആദർശിന്റെ തന്ത്രത്തിലും മൂർത്തീസ് ജ്വല്ലേഴ്സ് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിച്ചു. നാഗേന്ദ്രന്റെ ചതിക്ക് കാലം കാത്തുവെച്ച നീതിയായിരുന്നു അത്. നയന ആ കുടുംബത്തിന്റെ ഐശ്വര്യമായി വീണ്ടും തിളങ്ങിയിരുന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല ട്വിസ്റ്റ് നിറഞ്ഞ അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.